ഇന്നത്തെ കാലത്തിൽ അനേകർ വളരെ കാഷ്വലായിട്ടുള്ള രീതിയിൽ, ലൈറ്റായിട്ടുള്ള രീതിയിൽ സ്നേഹം എന്ന് പറയുന്ന പദം ഉപയോഗിക്കും. വർഷത്തിൻ്റെ ചില ദിവസങ്ങളിൽ, ഉദാഹരണത്തിന് വാലന്റൈൻസ് ഡേ പോലുള്ള ദിവസങ്ങളിൽ അവർ മറ്റുള്ളവർക്ക് സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കും. പക്ഷേ അനേകർക്ക് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് അറിയാമോ? ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റ് ടു 20. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും അങ്ങനെ ഒരു രീതിയിലാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്നേഹം റിസീവ് ചെയ്യുവാനും അല്ലെങ്കിൽ സ്നേഹം നമുക്ക് ലഭിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനുമുള്ളൊരു കഴിവ് നമുക്ക് നൽകിയിട്ടുണ്ട്. തിരുവെഴുത്തിൽ വിവിധ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുന്നതെന്നുള്ളതിന് പല ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ നമ്മൾ നോക്കുകയാണെങ്കിൽ ലവ് എന്ന് പറയുന്ന പദം, സ്നേഹം എന്ന് പറയുന്ന പദം കൊണ്ട് പല സാഹചര്യങ്ങളിലും പല അർത്ഥത്തിലുമുള്ള സ്നേഹത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഒരു പുരുഷനും സ്ത്രീയും സ്നേഹത്തിൽ ഉള്ളൊരു ബന്ധത്തിലാവാം. ഒരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ ഫേവററ്റായിട്ടുള്ള ആ ടോയിയെ സ്നേഹിക്കാം. ഒരു മാതാവ് അല്ലെ പിതാവിന് തൻ്റെ കുഞ്ഞിനെ ആഴമായി സ്നേഹിക്കാം. പിന്നെ ആളുകൾക്ക് റെസ്റ്റോറൻറ്റുകളും പിന്നെ ചില സ്പോർട്സിലൊക്കെ കളിക്കുന്നവരെയും പിന്നെ ചില രാജ്യങ്ങളെയും അങ്ങനെ പല പല കാര്യങ്ങളോടും അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാം. ഒരേ പദം കൊണ്ട് പല അർത്ഥത്തിലുള്ള സ്നേഹമാണ് അവിടെയെല്ലാം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഗ്രീക്കുകാർക്ക് പലതരത്തിലുള്ള സ്നേഹം ഉണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ 4 വിവിധ വാക്കുകളാണ് സ്നേഹത്തിന് വേണ്ടി കൊണ്ടുവന്നത്. ആ വാക്കുകളിലെല്ലാം തന്നെ ഇൻറ്റിമസിയിലും ഇൻറ്റൻസിറ്റിയിലും ഒക്കെ വ്യത്യാസമുണ്ടെങ്കിലും അതെല്ലാം മറ്റുള്ളവരോടുള്ള സ്നേഹം, അതിനെ എൻകറേജ് ചെയ്യുവാനും എഡിഫൈ ചെയ്യുവാനും ഒക്കെയാണ് ആ പദങ്ങൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഗ്രീക്കായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സാധാരണയായി സംസാരിക്കപ്പെട്ട ഭാഷ. അതായത് മറ്റുള്ളവർ കോമൺ അവരുടെ ആ സെറ്റപ്പിലെല്ലാം അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ ഗ്രീക്ക് ഭാഷയാണ്. അതുകൊണ്ട് തന്നെയാണ് ന്യൂ ടെസ്റ്റമെൻറ്റ്, പുതിയ നിയമം എഴുതിയിരിക്കുന്നത് തന്നെ ഗ്രീക്ക് ഭാഷയിലാണ്. ആദിമ സഭയിലുണ്ടായിരുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിവിധ ഗ്രീക്ക് പദങ്ങൾ കേട്ടപ്പോൾ തന്നെ അവർക്ക് എന്താണ് ആ പദങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലായി. വേദപുസ്തകമൊക്കെയും അവർ വായിക്കുമ്പോൾ അവർക്കതിൻ്റെ അർത്ഥം മനസ്സിലായി. ഈ പറയാൻ പോകുന്ന 4 പദങ്ങളിലെ 2 പദങ്ങൾ മാത്രമേ ബൈബിളിൽ ഉള്ളൂ എങ്കിലും ബാക്കി എല്ലാത്തിൻ്റെയും ആശയങ്ങൾ നമുക്ക് ബൈബിളിൽ പല സ്ഥലങ്ങളിലും കാണാം. അപ്പോൾ പിന്നെ എന്താണ് ആ വിവിധ വാക്കുകൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1-ാമത്തെ പദമാണ് എറോസ്. എറോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം റൊമാൻറ്റിക്, സെക്ഷുവൽ ലവ്, ലൈംഗികപരമായിട്ടുള്ള സ്നേഹം. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ശാരീരികമായി ലൈംഗികപരമായി തോന്നുന്ന സ്നേഹം. ആ വാക്ക് അങ്ങനെ തന്നെ നമ്മൾ ബൈബിളിൽ കാണുന്നില്ല എങ്കിൽ കൂടി ആ റൊമാൻറ്റിക് സ്നേഹത്തിനെ പറ്റിയുള്ള ഉദാഹരണങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. റൊമാൻറ്റിക് സ്നേഹം എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അത് സൃഷ്ടിപ്പിൻ്റെ ആദ്യം മുതൽ തന്നെ നമുക്ക് കാണാം. ഉദാഹരണത്തിന്, ദൈവം മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പറയുന്നൊരു കാര്യമാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് ദൈവം ഔവായെ സൃഷ്ടിച്ചു. ആദാം ഔവായെ കണ്ടപ്പോൾ താൻ ഇതുവരെ അനുഭവിക്കാത്ത ചില ഇമോഷനുകളും ചില ഫീലിങ്ങുകളും ഒക്കെയും ആദാമിന് തോന്നി. ഉൽപ്പത്തി 2:23 നമ്മൾ വായിക്കുന്നത്, ആദാം പറയാണ്, ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. ആദാമിന് ഔവയെ കണ്ടപ്പോൾ വളരെ ആഴമായ റൊമാൻറ്റിക് സ്നേഹമാണ് തോന്നിയത്. അവരായിരുന്നു ചരിത്രത്തിലെ ആദ്യത്തെ കപ്പിളും. പിന്നെ മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ ഉത്തമഗീതത്തിൽ കാണുന്നത്, ഈ ഇറോസ് സ്നേഹത്തെപ്പറ്റി. ഒരു പുരുഷനും സ്ത്രീയും ആഴമേറിയ റൊമാൻറ്റിക് പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാര്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. ആ ഒരു പുസ്തകം തന്നെ വിവാഹബന്ധത്തിലുള്ള സ്നേഹത്തെ ആഘോഷിക്കുന്ന ഒരു പുസ്തകമാണ്. അതിൽ നമ്മൾ ഉദാഹരണത്തിന് ഉത്തമഗീതം 1:15-16 വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, എൻ്റെ പ്രിയേ നീ സുന്ദരി തന്നെ, നിന്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണ് പോലെ ഇരിക്കുന്നു. എൻ്റെ പ്രിയനെ നീ സുന്ദരൻ, നീ മനോഹരൻ, നമ്മുടെ കിടക്കയും പച്ചയാകുന്നു. റൊമാൻറ്റിക് സ്നേഹത്തെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് വെക്കുവാൻ ബൈബിൾ നമ്മെ സഹായിക്കും. ദൈവമാണ് വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തുടങ്ങി വെക്കുന്നത്. തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു, വിവാഹബന്ധത്തിൻ്റെ ആ ഒരു അതിരിനുള്ളിൽ മാത്രമേ റൊമാൻറ്റിക് സ്നേഹം നാം പ്രകടിപ്പിക്കാവുള്ളൂ. എങ്ങനെയെങ്കിലും ആരോട് വേണമെങ്കിലും ഏത് രീതിയിലും റൊമാൻറ്റിക് സ്നേഹം പ്രകടിപ്പിക്കാമെന്ന് വാദിക്കുന്നവർ ദൈവം വെച്ചിരിക്കുന്ന പദ്ധതികൾക്ക് വിപരീതമായിട്ടാണ് പോകുന്നത്. തിരുവെഴുത്ത് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത് റൊമാൻറ്റിക് സ്നേഹം ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അത് ദൈവത്തെ ഉയർത്തുന്ന, ദൈവനാമത്തിന് മഹത്വം കൊണ്ടുവരുന്ന വിധത്തിൽ മാത്രമേ അത് പ്രകടിപ്പിക്കാവുള്ളൂ. ഇറോസ് സ്നേഹം എപ്പോഴാണോ ബാക്കി എല്ലാത്തിനേക്കാട്ടിലും മുകളിലായി അതിന് മുൻതൂക്കം കൊടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം വേദനയാവും.
തിരുവഴുത്ത് ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട്, നാം എന്താണോ നമ്മുടെ ശരീരങ്ങൾ കൊണ്ട് ചെയ്യുന്നത് അത് ദൈവം കെയർ ചെയ്യുന്നു, നോക്കുന്നു. വിശ്വാസികൾക്ക് ദൈവം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, നാം നമ്മുടെ ജീവിത പങ്കാളി അല്ലാതെ മറ്റാരോടും നാം ഇറോസ് സ്നേഹം പ്രകടിപ്പിക്കരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആ ചോയ്സസ്, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ദൈവനാമത്തെ ഉയർത്തുന്നതായിരിക്കും. എബ്രായർ 13:4 തന്നെ പറയുന്നത്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. 1 കൊരിന്ത്യർ 6:18-20 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ദുർനടപ്പ് വിട്ടോടുവീൻ, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. സ്നേഹത്തിന് രണ്ടാമത്തെ ഒരു പദമാണ് സ്റ്റോർഗെ. സ്റ്റോർഗെ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഫാമിലി മെമ്പേഴ്സ്, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആ കവിഞ്ഞൊഴുകുന്ന സ്നേഹം, അവർ തമ്മിലുള്ള സ്നേഹം. ആ വാക്ക് അങ്ങനെ തന്നെ തിരുവഴുത്തിൽ ഇല്ല എങ്കിൽ കൂടി അതിൻ്റെ മറ്റ് ഫോമുകൾ, വേരിയേഷനുകൾ ബൈബിളിലുണ്ട്. ഉദാഹരണത്തിന് ഗ്രീക്ക് പദമായ ഫിലോസ്റ്റോർഗോസ്, അത് ചൂണ്ടിക്കാണിക്കുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രത്യേകപരമായിട്ടുള്ള അഫെക്ഷൻ, ആ സ്നേഹം. ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ക്രിസ്തു യേശുവിലൂടെ ദൈവത്തിൻ്റെ ആ കുടുംബത്തിൽ അംഗങ്ങളായിരിക്കുന്ന ഏവരും അവർ തമ്മിൽ, ആ വീണ്ടും ജനിച്ച ദൈവമക്കൾ തമ്മിലും അതേ ആ സ്നേഹം അത് പ്രകടിപ്പിക്കണം എന്നാണ് ബൈബിൾ പറയുന്നത്. സ്റ്റോർഗെ എന്ന് പറയുന്ന പദത്തിൻ്റെ ഉള്ള ഉദാഹരണം ബൈബിളിൽ കാണുന്നത് നോഹയും തൻ്റെ കുടുംബവും തമ്മിലുള്ള ആ സ്നേഹം. പിന്നെ ബെഥാനിയയിലുള്ള സഹോദരങ്ങൾ മറിയ, മാർത്ത, ലാസറസ്, അവർ തമ്മിലുള്ള സ്നേഹം. ഇതെല്ലാം സ്റ്റോർഗയാണ്. റോമർ 12:10 നമ്മൾ ഫിലോസ്റ്റോർഗോസ് എന്ന് പറയുന്ന പദം നമ്മൾ കാണുന്നത്. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. അവിടെ സഹോദരപ്രീതി എന്ന് പറയുന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഫിലോസ്റ്റോർഗയാണ്. ദൈവം നമ്മളെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ക്ഷമിച്ച് തൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നാം ക്രിസ്തുവിൽ സഹോദരീ സഹോദരന്മാർ ആയിത്തീർന്നിരിക്കുക. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന അർത്ഥത്തിൽ നാം മറ്റുള്ളവരോട്, മറ്റംഗങ്ങളോട് നാം ഈ സ്റ്റോർഗെ ലവ് നാം പ്രദർശിപ്പിക്കണം. നാം മറ്റുള്ളവരെ കെയർ ചെയ്യണം, മറ്റുള്ളവരെ ക്രിസ്തുവിൽ സേവിക്കണം, മറ്റുള്ളവരോട് നമുക്ക് ആ അഫെക്ഷൻ, നമുക്ക് ആ സ്നേഹം നാം പ്രദർശിപ്പിക്കണം. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിലും കൂടെ നാം പ്രദർശിപ്പിക്കണം. ഉദാഹരണത്തിന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നില്ലേ? ആ വിശ്വാസികൾക്കുണ്ടായിരുന്ന സകലതും അവർ വിറ്റിട്ട് അവർ സകലതും അവരുടെ കോമണായി, അവർക്ക് ഒരുപോലെ കോമണായിട്ടുള്ള രീതിയിലായിരുന്നു അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ അവർ ജീവിച്ചത്. എന്നിട്ട് നമ്മൾ വായിക്കുന്നു, അവർക്കൊന്നിനും കുറവുണ്ടായിരുന്നില്ല. അവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവ് എന്താണോ അവരെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് അതിൽ അവർ മുന്നോട്ട് തന്നെ പോയി. പിന്നെ ഈ മൂന്നാമത്തെ പദമാണ് സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കുന്നത്, ഫിലിയ. അതിൻ്റെ നാമരൂപം നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒരു തവണ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ക്രിയാരൂപം ഫിലേയോ അത് നമ്മൾ പുതിയ നിയമത്തിൽ 25 പ്രാവശ്യം കാണുന്നുണ്ട്. ഫിലിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ആഴമേറിയ, അർത്ഥവത്തായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്സ്. അതിന് കാഷ്വലായിട്ട് നമ്മൾ വഴിയിലോ അവിടെ ഇവിടെയൊക്കെ കാണുന്ന ആ ഒരു അങ്ങനെയുള്ളവരോടുള്ള ആ ഒരു സ്നേഹം, അതിലും അപ്പുറത്താണ് ഫിലിയ സ്നേഹം. ഫിലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ വളരെ ആഴമായിട്ടുള്ള രീതിയിൽ അവരെ ബൈൻഡ് ചെയ്യുക, അവരെ ആ സ്നേഹത്തിലൂടെ അവരെ കണക്ട് ചെയ്യുക. അതായത് അവർ വിശ്വസ്തരായിരിക്കും, ഏതൊരു സാഹചര്യത്തിലും അവർ നമ്മുടെ കൂടെ നിൽക്കും. നല്ല സാഹചര്യത്തിലും നല്ലതല്ലാത്ത സാഹചര്യത്തിലും അവർ നമ്മളോടൊപ്പം ഇരുന്ന് നമ്മളോടും വിശ്വസ്തരായിരിക്കും. ഈ ഫിലിയോ സ്നേഹത്തിനുള്ള ഉദാഹരണങ്ങൾ ദാവീദും യോനാഥൻ്റെയും തമ്മിലുള്ള സ്നേഹമാണ്. നമ്മൾ 1 ശമൂവേൽ 18:1 വായിക്കുന്നത്, അവൻ ശൗലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. യോനാഥാനും ദാവീദും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ആഴമേറിയ ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു. അവർ അന്യോന്യം സപ്പോർട്ട് ചെയ്തു, എൻകറേജ് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചു. അവർ നല്ലതും നല്ലതല്ലാത്ത സാഹചര്യങ്ങളിലും അവർ അന്യോന്യം സപ്പോർട്ട് ചെയ്തു. ദാവീദിന് യോനാഥാനുമായിട്ടുള്ള ആ ഒരു സുഹൃത്ത് ബന്ധം തന്നെ ദാവീദിന് അതൊരു വലിയൊരു എൻകറേജ്മെൻറ്റ്, ഒരു പ്രോത്സാഹനമായിരുന്നു. ഇപ്രകാരം സ്നേഹം അനുഭവിച്ചിട്ടുള്ള നമ്മുടെ കാണുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും, അത് ദൈവം തരുന്ന വലിയൊരു വണ്ടർഫുൾ ദാനമാണ്, ഒരു ഗിഫ്റ്റാണ്. പക്ഷേ ഇന്നത്തെ കാലത്തിൽ അപ്രകാരമുള്ളൊരു സ്നേഹം കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ, വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം ലഭിക്കുന്ന വിധത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങളൊക്കെ അന്യോന്യം പറയുവാനും പ്രാർത്ഥന ചോദിക്കുവാനും ഉതകുന്ന രീതിയിലുള്ള നല്ല ആഴമേറിയ ഫ്രണ്ട്ഷിപ്സ് അവിടുന്ന് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ 4ാമത്തെ പദമാണ് സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കുന്നത്, അഗാപ്പെ. അഗാപ്പെ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം
സാക്രിഫിഷ്യലായി ത്യാഗമനോഭാവത്തോടുകൂടി സ്വയം കൊടുക്കുന്ന സ്നേഹം, അതിൻ്റെ ഫോക്കസ് മറ്റൊരാളുടെ നന്മയാണ്. ഈ അഗാപ്പെ പദം പുതിയ നിയമ ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ 106 പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. അഗാപ്പെ സ്നേഹം എന്ന് പറയുന്ന ഒരു ഫീലിങ്ങിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഫീലിങ്സ് ഉണ്ട് എങ്കിലും ഫീലിങ്സിനും അപ്പുറമാണ്. അത് പ്രവൃത്തിയിലൂടെയാണ് ആ അഗാപ്പെ സ്നേഹം എന്താണെന്നുള്ളത് വ്യക്തമാകുന്നത്. ഈ അഗാപ്പെ സ്നേഹത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. യോഹന്നാൻ 3:16 റോമർ 8:38-39 നമ്മളത് വായിക്കുന്നുണ്ട്. പിന്നെ ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം യോഹന്നാൻ 13:34-35 എങ്ങനെയാവണം എന്നുള്ളതിനെപ്പറ്റി അവിടെ നമ്മൾ വായിക്കുന്നു. പിന്നെ നമുക്ക് ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാരോട് ത്യാഗമനോഭാവത്തോടു കൂടിയുള്ള സ്നേഹം ഇതായിരിക്കണം എന്ന് 1 യോഹന്നാൻ 3:16 പറയുന്നു. യോഹന്നാൻ 3:16 തന്നെ വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവിടെ ആ സ്നേഹിക്കുക എന്ന് പറയുന്ന ആ വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് അഗാപ്പെ സ്നേഹമാണ്. ദൈവത്തിൽ മാത്രമേ നമുക്ക് എന്താണ് യഥാർത്ഥ സ്നേഹം എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവമാണ് സ്നേഹം. സ്നേഹം എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്, വിവരിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൽ എന്താണ് അഗാപ്പെ സ്നേഹം എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാം. റോമർ 5:8 തന്നെ നമ്മൾ വായിക്കുന്നത്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെയാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്ന്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടങ്ങ് വിട്ടില്ല. ദൈവം നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും ഒക്കെ എന്താണെന്നുള്ളത് തെളിയിച്ചു കാണിച്ചു തൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ ആ കാൽവരിയിലേക്ക് അയച്ചതിലൂടെ. യേശുവിനെ ആ ക്രൂശിൽ പിടിച്ചു നിർത്തിയത് ആണികളല്ലായിരുന്നു, സ്നേഹമായിരുന്നു യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോയതും, സ്നേഹമായിരുന്നു യേശുവിനെ ആ ക്രൂശിൽ പിടിച്ചു നിർത്തിയതും. ഏതൊരു സമയത്തും തന്നെ ആ കൊല്ലുന്ന അവരിൽ നിന്ന് രക്ഷപ്പെടുവാൻ യേശുവിന് ആ സമയത്ത് അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അവിടുന്ന് അത് ചെയ്തില്ല. കാരണം യേശു സ്വയം അവിടുന്ന് രക്ഷപ്പെട്ടായിരുന്നെങ്കിൽ അവിടുന്ന് നമ്മെ രക്ഷിക്കുവാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗീയ പിതാവുമായി ക്രിസ്തുവിലൂടെ ഒരു ബന്ധത്തിൽ ആയിത്തീരുമ്പോൾ മാത്രമേ എന്താണ് ആഴമേറിയ, എന്താണ് നിത്യതയിൽ വസിക്കുന്ന സ്നേഹമെന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹത്തെപ്പറ്റിയാണ് ഏറ്റവും കൂടുതൽ പാട്ടുകളും പുസ്തകങ്ങളും സിനിമകളും ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് സ്നേഹിക്കപ്പെടുവാനോ അല്ലെങ്കിൽ സ്നേഹം പ്രതീക്ഷിക്കുവാനോ സാധിക്കില്ല. മനുഷ്യന് കൊടുക്കുവാൻ പറ്റുന്ന സ്നേഹത്തിന് പരിമിതികളുണ്ട്. ദൈവത്തിന് മാത്രമേ നമ്മെ പൂർണ്ണമായി പെർഫെക്റ്റായിട്ടുള്ള രീതിയിൽ സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് മാത്രമേ നമ്മൾ ആഴമായി പ്രതീക്ഷിക്കുന്ന ആ സ്നേഹം നൽകുവാനും സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന, ഈ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലേക്ക് ദൈവം നമ്മളിലേക്ക് പകർന്നു തന്ന സ്നേഹം കൊടുക്കുവാൻ ഒരു വലിയ പദവിയാണ് ദൈവം തന്നിരിക്കുന്നത്. നമുക്ക് ആരെയും പൂർണ്ണമായി ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷേ അങ്ങനെ സ്നേഹിക്കുന്ന ഒരുവനിലേക്ക് വിരൽ ചൂണ്ടുവാൻ നമ്മെ കൊണ്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന ആ സ്നേഹം നമ്മൾ ലഭിച്ചിരിക്കാൻ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.